ജിസേലിനെയും ഷാരികയെയും അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് അനുമോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ നടക്കുമോ എന്തോ. അനുമോളെ കൊണ്ട് പറ്റുന്ന സാധനമാണെങ്കിൽ ഭയങ്കര സപ്പോർട്ട് കിട്ടും. കാരണം ജിസേൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കണം. ഒന്നും മിണ്ടാൻ പറ്റൂല. ആരെങ്കിലും ഇച്ചിപ്പോന്നെന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ജിസേൽ പിന്നെ കത്തലോട് കത്തലാണ്. കത്തി 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 ജിസേൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഒരു പിടിയും കഴിയും. എന്തെല്ലാം വിളിച്ചുവരി പറയുന്നത് ജിസേലിന് ഒരു ഐഡിയയും കാണത്തില്ല. അതുപോലെ തന്നെ ഷാരിക കൂടെ നിന്നൊരുമാതിരി മാനിപ്പുലേറ്റിംഗ് സാധനം കളിക്കുന്ന പോലെ അനുമോൾക്ക് ഒരു ഫീൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാരികയെ കാണുമ്പോഴേ നെഗറ്റീവ് വൈബാണ്. ആ കിട്ടി ഞാൻ രണ്ടെണ്ണം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നെവിനും ഇട്ട് പൊട്ടിക്കാനിരിക്കുകയാണ് അനു. ലൈവിൽ എന്താണ് നടക്കുന്നത്? കരഞ്ഞു വിളിച്ച് ജിസേലിന്റെ തുണിയെ പറ്റി കമന്റ് ചെയ്യാൻ പോയി, നീ പൊക്കം കുറഞ്ഞവളാണ്, പൊക്കം കൂടിയവളാണെന്നൊക്കെ പറഞ്ഞ് വിഷയങ്ങളായി നടക്കുവാണ്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഉച്ചയ്ക്ക് 12:15 മുതൽ 2 മണി വരെ ഉള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2:15 വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ട്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അപ്പോൾ ലിവിംഗ് റൂമിൽ ബിഗ് ബോസ് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ജിസേലിൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുകയാണ്, ജിസേൽ ഈ ഡ്രസ്സ് ഏതാണ്? അപ്പോൾ ഇത് ഏത് സ്യൂട്ട് തന്നെയാണ് ബിഗ് ബോസ് എനിക്കൊന്ന് ഗ്രാൻഡ് ലോഞ്ചിന് തന്നിട്ടാണ്, അപ്പോൾ 4 അഡീഷണൽ ആയിട്ടാണ് ഇത് അകറ്റിടാനുള്ളത്. അപ്പോഴത്തേക്കും ഇത് നിങ്ങൾക്ക് തന്നതാണോ, തിരിച്ച് കൊടുത്തയക്കൂ. അപ്പൊ ജിസേൽ പറയണേ, എന്റെ തുണി കീറിപ്പോയി. അപ്പൊ നിങ്ങളുടെ രണ്ടാമത്തെ ജോഡി എവിടെ? അതും കീറിപ്പോയി. അല്ല, അത് കഴുകി ഇട്ടേക്കുന്നു. അപ്പൊ അതിന്റെ പേരിൽ ജിസേൽ വീണ്ടും ഈ റൂളുകൾ എത്രാമത്തെ തവണയാണ് ബിഗ് ബോസ് പറയുന്നതെന്ന് വെച്ചുകൊണ്ട് വീട്ടുകാരെല്ലാവരും കൂടെ എടുത്തിട്ട് ക്രൂശിക്കുകയാണ്. അപ്പൊ ജിസേൽ, ഞാൻ എടുത്തുകൊണ്ട് വരാം ആ തുണി, നിങ്ങൾ എല്ലാവരും കണ്ടോ എന്ന് പറഞ്ഞ് തുണി എടുത്തുകൊണ്ട് വരുന്നത്. ടോപ്പ് വേറെ ഇട്ടിരിക്കുന്നത്, ടോപ്പല്ല ജിസേൽ ഇട്ടിരിക്കുന്നത്, അകത്തിടുന്ന ഇന്നർ വെയറോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതെന്ത് ചെയ്യുന്നു? വീട്ടുകാരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ജിസേലൊന്നും തുണി ഇങ്ങനെ കീറിയത് കാണിച്ചു കൊടുക്കുന്നു. ഒരെണ്ണം കഴുകി ഇട്ടേക്കുന്നു, ഒരെണ്ണം ഉള്ളതാണ് കീറിപ്പോയത്. അപ്പോഴത്തേക്കും അനു പറയണേ, ഇത് നീ കീറിയതല്ലേ, കണ്ടിട്ട് ഇത് കീറിയത് പോലെ തോന്നുന്നല്ലോ. അങ്ങനെ ഞാൻ കീറിയതോ? ഇത് ഓട്ടോമാറ്റിക്കലി കീറിപ്പോയതാണ്, ഞാൻ കീറിയിട്ടൊന്നും അല്ല. അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും, നിനക്ക് പൊക്കമില്ലല്ലോ, എനിക്ക് നല്ല പൊക്കമുണ്ട്, അപ്പൊ അതുകൊണ്ട് നമ്മുടെ തുണിയൊക്കെ വേഗം കീറും. അപ്പൊ അനുമോള് അങ്ങോട്ട് ചാടി പാഞ്ഞുകൊണ്ട് എഴുന്നേക്കുകയാണ്. എന്താണ് അനാവശ്യം പറയരുത്, ഹൈറ്റ് എന്താ അനാവശ്യം എന്നല്ല, ഹൈറ്റിന്റെ കേസ് പറയരുത്. നീ എവിടെ എത്തിയടി, നീ എവിടെ എത്തി? ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി മേലാൽ ഹൈറ്റിനെ പറ്റി പറഞ്ഞു പോകരുത്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ജിസേൽ പറയുന്നുണ്ട്, എനിക്ക് കുശുമ്പാണ് അനുമോൾക്ക്, ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഇടയ്ക്കിടയ്ക്ക് വേണ്ട എൻ്റെ ഇടയ്ക്ക് കയറും, എന്തെങ്കിലും എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, ഇതൊക്കെ കുശുമ്പ്. ഇതിന്റെ ഇടയിൽ കൂടെ ഷാരിക ഇടപെടുന്നുണ്ട്. അനു, നീ ആ പറഞ്ഞ് കീറി, മനഃപൂർവ്വം കീറി എന്നൊക്കെ നീ അറിഞ്ഞുകൂടാതെ പറഞ്ഞ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ചേച്ചി ഒന്നും മിണ്ടാതിരി, ചേച്ചി ഇരുത്തല്ലേ ചോദിച്ചത്, ഞാനിവിടെ ജിസേലിന്റെ അടുത്തല്ലേ ചോദിച്ചത്. അപ്പം എനിക്കിവിടെ പറയാൻ അധികാരമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയും നേരെ. അപ്പം ഇങ്ങനെ വഴക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് രേണു ഒരിടത്ത് ഇങ്ങനെ എഴുന്നേറ്റ് ഞാനും പൊക്കം കുറഞ്ഞവളാണ്. ഈ ജിസേൽ ആരെയാണ് ഉദ്ദേശിച്ചത്, എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞ പൊക്കം കുറഞ്ഞവരെ അവൾ കളിയാക്കുന്നോ എന്നും ചോദിച്ചുകൊണ്ട് അനുവിന്റെ കൂടെ സ്റ്റാൻഡിന് രേണു വരുന്നു. അനു നേരെ അവിടെ നിന്ന് ബാത്റൂമിലോട്ട് പോകുന്നു. സ്ഥിരം പൊട്ടി കരയുവാണ്. ശൈത്യ അങ്ങോട്ട് പോകുന്നു. ശൈത്യ ഇറുക്കി കെട്ടിപ്പിടിച്ച് കരയുന്നു. എനിക്ക് കേട്ട് ഭയ്യ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇങ്ങനെ പൊക്കം കുറഞ്ഞു പോയത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിൽ. അനു ഭയങ്കരമായ കരച്ചിലാണ്. ഒരുവിധം സമാധാനിപ്പിച്ച് അനീഷ് കൊണ്ട് അവിടെ ഇരുത്തുന്നുണ്ട്. ബിഗ് ബോസ് പറയണം, ജിസേൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സും അതുപോലെ തന്നെ ബാക്കി നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതും എല്ലാം തിരികെ കൊടുത്തയക്കും. അപ്പൊ ജിസേൽ, അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇടാൻ വേറെ തുണിയില്ല, ഈ കീറിയ തുണി മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും പിരിഞ്ഞു പോകാം. അങ്ങനെ ജിസേൽ ഒരുമാതിരി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് ബിഗ് ബോസ് വേറെ ഒരു തുണി കൊടുത്ത് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് തിരിച്ച് ജിസേലിന്റെ കയ്യിലുള്ള എല്ലാം തിരിച്ചയക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ജിസേലിന് നല്ല രീതിക്ക് ഒരു വാണിംഗ് കിട്ടും. കാരണം ഇത് 1ാമത്തെയും 2ാമത്തെയും തവണയൊന്നും അല്ല ജിസേലിൻ്റെ അടുത്ത് ബിഗ് ബോസ് പറയുന്നത്. അങ്ങനെ അതിനുശേഷമാണ് അനു പുറത്തു പോയിരിക്കുകയാണ്. അഭിലാഷ് വന്നവിടെ ഇരിക്കുന്നു, ശൈത്യം ഉണ്ട്. അപ്പൊ അനു പറയും, ഈ സീസണിൽ പൊതുവെ പുറത്ത് ആൾക്കാരിരിക്കുന്ന ഭയങ്കര കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കോർണർ ഏരിയയിലൊക്കെ എപ്പോഴും ആരെങ്കിലും ഒക്കെ കാണും. കോർണർ ഏരിയകളിൽ ഇപ്പം മൈജി എന്ന് പറഞ്ഞൊരു വെച്ചേക്കുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം സ്കേ ആയിരുന്നു. അപ്പം കോർണർ ഏരിയയിൽ ആരെങ്കിലും ഒക്കെ കാണും. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ കോർണർ ഏരിയയിൽ ആരും ഇരിക്കില്ല, വല്ലപ്പോഴും. കാരണം വീട് വലുതായതുകൊണ്ട് അതിനകത്ത് തന്നെ ഇരിക്കുന്നവർക്ക് നല്ല സൗകര്യമുണ്ട്, AC ഉണ്ട്. പുറത്തിറങ്ങുമ്പോൾ ചൂടൊക്കെ അല്ലേ, ആരും വന്നിരിക്കില്ല. കൂടി പോയാൽ ഊഞ്ഞാലില്ല, അത് വരെ വരും. ആ ജയിലിൽ നിന്ന് ഏരിയയിലോട്ട് ആരും പോകത്ത് കൂടിയില്ല. അപ്പം അങ്ങനെ ഈ പറഞ്ഞ അനു പുറത്തു പോയി ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ശൈത്യം അവിടെ വന്നത്. അപ്പം ഞാൻ ഇനി പ്രതികരിക്കും, ഞാൻ ഇനി ജിസേലിന് നല്ല രീതിക്ക് പറയും. ഇനി എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം, അഭിലാഷമാണ് നീ പറയാത്തത്, ജിറാഫാണ് നീ എന്ന് പറയാത്തത്. അപ്പം ഞാനും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ ആയിപ്പോലെ. ഇനി ഞാൻ എൻ്റെ അടുത്ത് എല്ലാം പറയാമെന്ന് ഞാൻ നല്ല രീതിക്ക് പറയും. ജിസേലിൻ്റെ അടുത്ത് മാത്രമല്ല, ഷാരികയെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഷാരികയ്ക്കാണ് അടുത്ത് ഞാൻ കൊടുക്കാൻ പോകുന്നത് അവളുടെ ഓരോരോ കമൻ്റ് അടികൾക്ക്. പിന്നെ നെവിൻ കൂടെ നിന്ന് പിന്നിന്ന് കുത്തുന്ന ആളാണ് ഈ നെവിൻ. അവന് വേറൊരു സ്വഭാവമുണ്ട്, അതും ഞാൻ പിടിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി ഊഞ്ഞാലിൻ്റെ അവിടെ വന്ന് ഇരിക്കുകയാണ്. എന്നിട്ട് അനു പറയുന്നു, ഷാരികയുടെ അടുത്ത് ഞാൻ മിണ്ടാത്തതേ, ഷാരികയുടെ മുഖം കാണുമ്പോഴേ എനിക്കൊരു നെഗറ്റീവ്, അവരൊരു വില്ലത്തി ഫേസ് ആണ് അവരുടേത്.
സത്യം പറഞ്ഞ ആദ്യം പറഞ്ഞ അവരുടെ ഫേസ് കാണാനും എനിക്ക് സംസാരിക്കാനും എനിക്ക് തോന്നിയില്ല ഒരു ഫേസ് കാണും. അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ പെട്ടെന്ന് അതങ്ങ് മാറ്റിയിട്ട് ഒരു വില്ലത്ത് ഫേസ് ആണ് അവർക്ക്. എനിക്ക് അതാണ് ഞാൻ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാത്തത് എന്നുള്ള സാധനം പറയുവാണ്. ജിസേൽ ഇവിടെ ഉള്ളവർക്കൊരു ഭീഷണിയാണ് കേട്ടോ. കാരണം ജിസേൽ പെട്ടെന്ന് ഒരു കത്തലും പൊട്ടിത്തെറിയും എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ. ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ടാസ്ക് ഉടനെ തന്നെ വരും. ഡെയിലി ഈ പറയുന്ന മോർണിംഗ് ടാസ്ക് ആണല്ലേ, മോർണിംഗ് ടാസ്ക് ആണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. അത് ഇതുവരെ ആയിട്ടില്ല. ഇനിയിപ്പോൾ വീക്കിലി ആക്കി കൊടുക്കുമായിരിക്കും, അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മോർണിംഗ് ടാസ്ക് അല്ലല്ലോ, മോർണിംഗ് ടാസ്ക് സഹായികളെ ചൂസ് ചെയ്യാൻ. മോർണിംഗ് ടാസ്ക് ആക്ടിവിറ്റി കാവലാളിനെ ചൂസ് ചെയ്യണം. എന്നിട്ട് അവരാണ് ഇനി എല്ലാ ടീമുകളിലും എല്ലാ ഗെയിമുകളിലും ഇവരെ മിഡ് വീക്ക് നിൽക്കുന്നവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്. അങ്ങനെയാണ്. നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത വീക്കിലി ആയിരിക്കും ഇനി വരാൻ പോകുന്ന പരസ്യത്തിൽ കാണിച്ച ടാസ്ക്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ.